ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കൃഷിലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സമയം എന്ന് പറയുന്നത് മഴയൊക്കെ ആയിട്ടുള്ളൊരു സമയമാണല്ലേ. അപ്പോൾ ഇന്നിപ്പം മഴയൊക്കെ ഒന്ന് തോർന്ന് നല്ലൊരു ദിവസമാണ്, നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ ഈ ജൂൺ മാസത്തിലാണ് നമുക്ക് ചെടികളൊക്കെ വെക്കാനായിട്ട് ഏറ്റവും നല്ലത്. കാര്യം പെട്ടെന്ന് തന്നെ വേരോട്ടം കിട്ടാനായിട്ട് അത് സഹായിക്കും. ചെടിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കാര്യങ്ങളും ഒക്കെ കിട്ടും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മിക്കവർക്കും അറിയാവുന്നൊരു കാര്യമാണ് കൃഷി ചെയ്യുന്നവർക്ക്. പക്ഷേ പുതുതായിട്ട് ഇപ്പോൾ ചെടി നടാൻ ആഗ്രഹിക്കുന്ന പുതിയ കർഷകർക്ക് ഇതൊരു പക്ഷേ അറിയണമെന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് എല്ലാത്തരം പഴവർഗ്ഗ ചെടികളും മാവ്, പ്ലാവ്, മാങ്കോസ്റ്റിൻ, റംബൂട്ടാൻ അങ്ങനെ എല്ലാ പഴവർഗ്ഗ ചെടികളും വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള ഒന്ന് പിടിച്ചു കയറി പോരാനായിട്ട് കുറച്ചൊരു എളുപ്പമുള്ളൊരു സമയം കൂടിയാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഒരു സമയത്ത് ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളക്കെട്ടുള്ള പ്രദേശമാണെങ്കിൽ കുറച്ച് മണ്ണൊക്കെ കൂട്ടി പൊക്കിയിട്ട് വേണം നടാനായിട്ട്. അല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് കുഴിയെടുത്തിട്ട് നടാം. പക്ഷേ വെള്ളക്കെട്ട് വരുന്ന പ്രദേശങ്ങളിൽ നല്ല രീതിയിൽ മണ്ണ് കൂട്ടിയിട്ട് വേണം ചെടികളൊക്കെ നടാനായിട്ട് എന്നുള്ളതാണ്. മാങ്കോസിൻ പോലുള്ള കുറച്ച് വലിയ മരങ്ങളായിട്ട് വളരുന്ന, അതുപോലെ നമ്മുടെ പ്ലാവ്, ഇതിനൊക്കെ നമ്മൾ അത്യാവശ്യം കുഴിയെടുത്തിട്ട് വയ്ക്കുക. അല്ലാതെ സപ്പോട്ട, പേര ഇതുപോലുള്ളതിനാണെങ്കിൽ ചെറിയ കുഴിയെടുത്തിട്ട് നമുക്ക് വളമിട്ടിട്ട് വയ്ക്കാവുന്ന രീതിയിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മരങ്ങളുടെ വലിപ്പം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കുഴിയെടുക്കാനായിട്ട്. നമ്മുടെ ഇവിടെ ജബോട്ടിക്കാവയൊക്കെ നിൽപ്പുണ്ട്. അതിനൊന്നും വലിയ കുഴിയൊന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ. അതിനൊക്കെ ചെറിയ കുഴിയായാലും ഓക്കെയാണ്. വലിയ മരങ്ങൾക്ക് 3 അടി വീതിയും നീളവും ആഴവുമുള്ള കുഴിയാണ് എടുക്കേണ്ടത്. ചെറിയ മരങ്ങൾക്കാണെങ്കിൽ 1.5 അടി വീതിയും നീളവും ആഴവുമുള്ള കുഴി, ആ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കുഴിയെടുത്തിട്ട് മണ്ണിൻ്റെ അസിഡിറ്റി മാറ്റാനായിട്ട് നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് എന്നിവ ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അത് ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ദിവസങ്ങൾ നമ്മൾ, പ്രത്യേകിച്ച് കുമ്മായമൊക്കെ ആണെങ്കിൽ 15 ദിവസം വെയിറ്റ് ചെയ്യണമെന്നാണ് പറയുക. അങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആ കുഴിയിൽ നമ്മൾ ചാണകം, അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് മണ്ണിട്ട് മൂടിയതിന് ശേഷം നമുക്ക് അതിലൊരു കുഴി കുഴിച്ചിട്ട് നമുക്ക് ആ രീതിയിലാണ് ചെടി വെക്കേണ്ടത്. വെള്ളക്കെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടി ചീഞ്ഞു പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ ശ്രദ്ധിച്ച് വേണം ചെടി നടാൻ. നല്ല രീതിയിൽ മണ്ണ് കൂട്ടിയിട്ട് വേണം നമ്മുടെ വെള്ളക്കെട്ട് വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ചെടി നടാനായിട്ട്. അപ്പോൾ നമുക്ക് ജൂൺ മാസത്തിൽ ചെടി നടാമെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തുടർച്ചയായ മഴയുള്ള ദിവസങ്ങൾ ഒഴിവാക്കിയിട്ട് കുറച്ചൊരു തെളിഞ്ഞ അന്തരീക്ഷമുള്ള ദിവസങ്ങളിൽ വേണം നമ്മൾ ചെടി നടാനായിട്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മഴക്കാല പരിചരണം എന്ന രീതിയിൽ നമുക്ക് എല്ലാ പഴവർഗ്ഗ ചെടികൾക്കും നമുക്ക് ഡോളോമേറ്റ് അല്ലെങ്കിൽ കുമ്മായമൊക്കെ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് pH ഒക്കെ കറക്റ്റ് ആവാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് നമ്മുടെ ഭൂമി പവർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പലരും നമ്മുടെ അടുത്തുനിന്ന് ഭൂമി പവർ ഓർഡർ ചെയ്യുന്നുണ്ട്. ഭൂമി പവർ pH നമ്മുടെ മണ്ണിൻ്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ചെടിയുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചാണ് സ്ലോ റിലീസ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ആവശ്യത്തിന് മാത്രം എടുക്കും. ഒരു 3 മാസത്തേക്ക് പിന്നെ നമുക്ക് അത് കറക്റ്റായി നിന്നോളും എന്നുള്ളതാണ്. അത്യാവശ്യം pH ഒരുപാട് വലിയ വേരിയേഷനുള്ള pH വ്യത്യാസങ്ങളുള്ള സ്ഥലങ്ങൾ ഒഴികെ ബാക്കി എല്ലാവർക്കും തന്നെ ഈ ഒരു ഭൂമി പവർ യൂസ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് വളമായിട്ട് കൂടി ഉപയോഗിക്കാം. നമ്മൾ അടിവളമായിട്ട് ചാണകമൊക്കെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാ പഴവർഗ്ഗ ചെടികൾക്കും ജാതിക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ കുമ്മായമൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കടക്കയിൽ നിന്ന് 1 അടി മാറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ചേർത്ത് ഇട്ട് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നിങ്ങൾ നടത്തുന്ന പരിചരണം എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ.